വെൽക്കം ബാക്ക്. തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് സെഷൻ സെറ്റ്സ് ആൻഡ് ഡിക്ഷണറി. സോ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ലിസ്റ്റ്, ടപ്പിള്, സ്ട്രിങ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഓരോന്ന് നമ്മൾ ഇൻഡിവിജ്വൽ വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ ആദ്യം ഡിക്ഷണറീനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. സോ നമുക്ക് ഡിക്ഷണറി എന്താണെന്ന് അറിയാം. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഡാറ്റാസിനെ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈസിലി അതിൽ നിന്ന് വാല്യൂസിനെ റിട്രൈവ് ചെയ്യാം. അപ്ഡേഷൻസ് എല്ലാം ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യാനോ, അതേപോലെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഓരോ എലമെൻറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതൊക്കെ എൻഷുർ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെറ്റ്സ് എന്ന് പറയുമ്പോൾ ഡാറ്റാൻ്റെ കളക്ഷൻ തന്നെയാണ്. ഇതിൽ മെയിനായിട്ടുള്ളത് അൺഓർഡേർഡ് ആണ്. അൺഓർഡേർഡ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു സെറ്റ് എന്ന് പറയുമ്പോൾ കേളി ബ്രേസസിലാണ് കോമ സെപ്പറേറ്റ് ചെയ്ത് വാല്യൂസിനെ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ദെൻ പ്രിൻ്റ് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സൗത്താണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന് സ്പെസിഫിക് ആയിട്ട് ഓർഡർ ഇല്ല. ഓരോ പ്രാവശ്യം ഔട്ട്പുട്ട് എടുക്കുമ്പോഴും ഡിഫറെൻ്റ് ഓർഡറിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റുക. ദെൻ നമ്മൾക്കറിയാം ഈ ഐറ്റംസ് അൺഓർഡേർഡ് ആണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഓർഡറിലല്ല വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ടപ്പിളിനെയോ ലിസ്റ്റിനെയോ എന്തിനേയും സെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സെറ്റ്, നമ്മൾ ലിസ്റ്റ് കൊടുത്തിരിക്കുവാണ് 1 2 3 4. അപ്പോൾ ഈ ലിസ്റ്റ് മാറി അത് സെറ്റായി വന്നിരിക്കുന്നത് കാണാം. പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ സെറ്റ് 1 2 3 4 സെറ്റിൻ്റെ ബ്രേസസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ദെൻ വൗവൽസ് ഈസ് ഈക്വൽ ടു നമ്മളൊരു ടപ്പിള് കൊടുക്കുവാണ് AEIOU. അതിനെ നമ്മൾ പ്രിൻറ്റ് വൗവൽസ് എന്ന് കൊടുക്കുമ്പോൾ സെറ്റിൻ്റെ ഫങ്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ AEIOU എന്നുള്ളത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അൺഓർഡേർഡ് ആണ്. സെറ്റിന് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കറക്റ്റായിട്ടൊരു പൊസിഷനും ഇല്ല. ഇപ്പോൾ നമ്മൾ വവൽസ് ഈസ് ഈക്വൽ ടു സെറ്റ് AEIOU എന്ന് കൊടുത്തിട്ടുണ്ട്. വവൽസ് ഓഫ് 2 സ്പെസിഫിക് ആയിട്ട് ഓർഡർ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് ഇൻഡെക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എറർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ട്രാവേഴ്സിങ്. നമുക്കറിയാം ട്രാവേഴ്സിങ് വന്നു കഴിഞ്ഞാൽ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. സോ 4 ക്യാർ ഇൻ വൗവൽസ്, പ്രിൻറ്റ് ക്യാർ കോമ എൻഡ് ഈക്വൽ ടു കോഡ്സ്. അപ്പോൾ വൗവൽസ് ആണ് AEIOU സ്പെസിഫിക് ഓർഡർ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, പ്രിൻറ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സെറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ അത് അലൗ ചെയ്യില്ല. ഇപ്പോൾ ഫിബനാസി എന്ന് പറഞ്ഞാൽ 0 1 1 2 3 5 ആണ്. നമ്മൾ പ്രിൻ്റ് ഫിബനാസി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 1 1 റിപ്പീറ്റിംഗ് ആയിട്ടുള്ളത് കളഞ്ഞിട്ട് 0 1 2 3 5 അങ്ങനെ പ്രിൻ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് ആണ് ആഡിങ് ആൻഡ് റിമൂവിങ് സെറ്റ് എലമെൻറ്റ്സ്. ഒരു സിംഗിൾ എലമെൻറ്റിനെ സെറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ഫങ്ഷൻ യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ഫങ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഈവൻ ഇസ് ഈക്വൽ ടു 2 4 8 10. ഈവൻ ഡോട്ട് ആഡ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന എലമെൻറ്റ് ഈവൻ എന്ന് പറയുന്ന സെറ്റിലേക്ക് ആഡ് ആയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് 5ഉം 11ഉം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓഡ് എന്ന് പറഞ്ഞ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓഡ് ഡോട്ട് അപ്ഡേറ്റ് 5 11 കൊടുത്താൽ അത് അപ്ഡേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇതുപോലെ തന്നെ സിംഗിൾ എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. പ്രൈം എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. പ്രൈംസ് റിമൂവ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിൽ നിന്ന് 9 റിമൂവ് ആയിട്ടിരിക്കുന്നത് കാണാം. പ്രൈം ഡോട്ട് റിമൂവ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം എന്ന് പറയുന്ന സെറ്റിൽ 2 എന്ന് പറയുന്ന എലമെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എററാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റിമൂവ് അല്ലാതെ വേറൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്, ഡിസ്കാർഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡിസ്കാർഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത ഒരു എലമെൻറ്റിനെയാണ് ഡിസ്കാർഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എറർ വരില്ല. പക്ഷേ റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഓൾറെഡി ഇല്ലാത്ത എലമെൻ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ എറർ വരും.
ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൈംസ് എന്ന് പറയുന്ന സെറ്റിൽ 3, 5, 7, 9, 11 ആണ്. പ്രൈംസ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 9 കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കാണാം. പ്രൈംസ് ഡോട്ട് ഡിസ്കാർഡ് ഓഫ് 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ ഇല്ല, പക്ഷേ എറർ വന്നില്ല. അതാണ് ഡിസ്കാർഡും റിമൂവും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നമുക്ക് എല്ലാ എലമെൻസിനെയും ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പ്രൈംസ് ഡോട്ട് ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് പ്രൈം കൊടുത്തു കഴിഞ്ഞാൽ എംപ്റ്റി സെറ്റ് അവിടെ പ്രിൻ്റായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ സെറ്റിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് DEL എന്ന് പറയുന്ന കീബോർഡും കൂടി യൂസ് ചെയ്യാം. DELനും ക്ലിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ക്ലിയർ എന്ന് പറയുമ്പോൾ സെറ്റിലെ എലമെൻറ്റ്സ് മാത്രമാണ് റിമൂവ് ആവുന്നത്, ആ സെറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ DEL എന്ന് പറയുമ്പോൾ ആ ഫുൾ സെറ്റ് തന്നെ റിമൂവ് ആവും. അതായത് നമ്മളിപ്പോൾ DEL പ്രൈംസ് കൊടുത്തിട്ട് പ്രിൻ്റ് പ്രൈം കൊടുത്തു കഴിഞ്ഞാൽ എറർ ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് സെറ്റ്സ് ആൻഡ് റിലേഷണൽ ഓപ്പറേറ്റർ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ സെറ്റിൻ്റെ മീനിങ് സബ്സെറ്റ് എന്നാണ്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ മീനിങ് സൂപ്പർ സെറ്റ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സബ്സെറ്റും ആവാം ഈക്വൽ സെറ്റും ആവാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റും ഈക്വൽ ടും ആവാം. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റ്സ് ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എക്സാമ്പിൾ വച്ചിട്ട് നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മൾ ഡിജിറ്റ്സ്, നാച്ചുറൽ, ഈവൻ, ഓഡ്, പ്രൈം, കോമ്പോസിറ്റ് ഇങ്ങനെ 6 സെറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ഈവൻ ലെസ് ദാൻ നാച്ചുറൽ, അതായത് ഈവൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് നാച്ചുറൽ ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം ഈവനിൽ 0 എന്ന് പറയുന്ന ഡിജിറ്റ് വരുന്നുണ്ട്, നാച്ചുറൽ അത് വരുന്നില്ല. സോ അത് ഫോൾസ് ആവും. ഓഡ് ലെസ് ദാൻ ഡിജിറ്റ്സ് ആണോ, അതായത് ഓഡ് എന്ന് പറയുന്നത് ഡിജിറ്റിൻ്റെ സബ്സെറ്റ് ആണോ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഡിജിറ്റ്സിൽ 0 തൊട്ട് 9 വരെ എല്ലാ ഡിജിറ്റ്സും വരുന്നുണ്ട്, ഓഡിൽ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. സോ അത് സബ്സെറ്റ് ആണ്. കോമ്പോസിറ്റ് ഈക്വൽ ടു ഈവൻ രണ്ടും സെയിം സെറ്റ് അല്ല, അതുകൊണ്ട് ഫോൾസ് വരും. ദെൻ പ്രൈം നോട്ട് ഈക്വൽ ടു ഓഡ്, പ്രൈമും ഓഡും സെയിം അല്ല, സോ ഔട്ട്പുട്ട് എന്ത് വരും? ട്രൂ വരും. നെക്സ്റ്റ് ആണ് മാത്തമാറ്റിക്കൽ സെറ്റ് ഓപ്പറേഷൻസ് ഓൺ പൈത്തൺ. നമുക്ക് ഇതിന് നമ്മൾ നോർമൽ മാത്സിൽ പഠിച്ചിരിക്കുന്ന യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് ഇതെല്ലാം നമുക്ക് പൈത്തണിലും ചെയ്യാം. യൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രണ്ട് സെറ്റാണോ നമ്മൾ യൂണിയൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡോട്ട് യൂണിയൻ എന്ന് എഴുതിയാൽ മതി. ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്, നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന പുതിയ സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. പോസിറ്റീവ് ഡോട്ട് യൂണിയൻ ഓഫ് നെഗറ്റീവ്, അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള സെറ്റ് വന്നിട്ടുണ്ട്. സെയിം വേ തന്നെയാണ് ഇൻ്റർസെക്ഷനും. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം ഔട്ട്പുട്ട് വരും. ദെൻ ഇനി ഇൻ്റർസെക്ഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ വേരിയബിൾ കൊടുക്കുന്നില്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ആ മൾ 15 എന്ന് പറയുന്ന സെറ്റിനെ ആ ആൻസർ വച്ച് എന്ത് ചെയ്യുവാണ്? അപ്ഡേറ്റ് ചെയ്യുവാണ്. രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. മൾ 4 എന്ന് പറയുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, നെഗറ്റീവ് നമ്പറും ഉണ്ട്. മൾ 8 എടുത്തിട്ടുണ്ട്. ദെൻ ഡിഫറൻസ് ആണ്, ഡോട്ട് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളത് കളഞ്ഞിട്ട് ഫസ്റ്റ് സെറ്റിൽ ബാക്കിയുള്ളത് എന്ത് ചെയ്യും? പ്രിൻറ്റ് വരും. അപ്പോൾ മൾ 4ലും മൾ 8ലും കോമൺ ആയിട്ടുള്ളത് 8, 16 രണ്ടെണ്ണം ഉള്ളൂ, അത് കളഞ്ഞിട്ട് റിമൈനിങ് ഉള്ളത് പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, നമ്മളൊരു എക്സ്ട്രാ വേരിയബിളിലേക്ക് ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല, ഫസ്റ്റ് സെറ്റായിരിക്കും അപ്ഡേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത്. ദെൻ സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ആ രണ്ട് സെറ്റിലെ ഡിഫറൻസ്, അതായത് നമ്മുടെ A-B തന്നെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കളഞ്ഞിട്ട് രണ്ടിലും ബാക്കിയുള്ളത് ബാക്കി പ്രിൻ്റ് വരും. A-B എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെറ്റിൽ മാത്രം ബാക്കിയുള്ളതാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്പേഴ്സ് ഡോട്ട് സിമെട്രിക് ഡിഫറൻസ് ഓഫ് നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റും നാച്ചുറൽ എന്ന് പറയുന്ന സെറ്റും തമ്മിലുള്ള സിമെട്രിക് ഡിഫറൻസ് ആണ്. ഇനി സെറ്റ് മെത്തേഡും അതിൻ്റെ മീനിങ്ങും, യൂണിയൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യാൻ, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത്, ഇൻ്റർസെക്ഷൻ ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ A ഇൻ്റർസെക്ഷൻ B ആണെങ്കിൽ അതിൻ്റെ ആൻസർ Aയിലേക്ക് സെറ്റ് ചെയ്യും. A ഡോട്ട് ഡിഫറൻസ് ഓഫ് B എന്ന് പറഞ്ഞാൽ A-B ചെയ്യാൻ, അതായത് Aയിലെയും Bയിലെയും കോമൺ ആയിട്ടുള്ളത് കളഞ്ഞിട്ട് Aയിൽ ബാക്കിയുള്ളത്.
ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. സിമെട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലെയും കോമൺ ആയിട്ടുള്ളത് കളഞ്ഞിട്ട് എയും ബിയും കൂടെയും കമ്പൈൻ ചെയ്യും. സിമെട്രിക് ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യും, ഫസ്റ്റ് സെറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡിക്ഷണറി. നമ്മളിന്ന് പോർഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിക്ഷണറീസ് എന്ന് പറയുമ്പോൾ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലാണെങ്കിലും കുറേ കീസ് ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ മീനിങ് ആണ് വരാം. അതിനെ പറയുന്ന പേരാണ് കീ വാല്യൂ പെയർ. അതിൽ ആ ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് ഐറ്റം അല്ലെങ്കിൽ എൻട്രി. ഈ കീ വാല്യൂ പെയറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോളൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതിലെ ഓരോ വാല്യൂസിനെയും നമ്മൾ സിംഗിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന ആ ഓരോ പെയേഴ്സിനെയും വിളിക്കുന്ന പേരാണ് ഡിക്ഷണറി ലിറ്ററൽ. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ഷുഡ് എന്ന് പറയുന്ന ഡിക്ഷണറിയാണ്. നമ്മൾ സെറ്റ് കൊടുക്കും പോലെ തന്നെ സെറ്റിൻ്റെ ബ്രേസസ് ആണ്, പക്ഷേ കീ വാല്യൂ പെയർ ആയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നെയിം കോളൻ റാം, ഏജ് കോളൻ 18, ക്ലാസ് കോളൻ S1. പ്രിൻ്റ് സ്റ്റുഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ പ്രിൻ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാം. അതായത് നെയിമിൻ്റെ നേരെ റാം, ഏജിൻ്റെ നേരെ 18, ക്ലാസിൻ്റെ നേരെ S1. ഇതിൽ റാമും S1ഉം സ്ട്രിങ് ആണ്, അതുകൊണ്ടാണ് സിംഗിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്നത്. 18 ന്യൂമറിക്കൽ നമ്പറാണ്, അതുകൊണ്ട് നമുക്കവിടെ സിംഗിൾ കോഡ്സിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഡിക്ഷണറി ഓപ്പറേഷൻസ്. അതിൽ ആക്സസിങ് വാല്യൂസ്. ഇപ്പോൾ സ്റ്റുഡ് എന്ന് പറയുന്ന സെയിം ഡിക്ഷണറി തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് പ്രിൻറ്റ് ഐ ആം, അതിനുശേഷം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേര് വരണം. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ഷണറിയുടെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് കീയുടെ നെയിം, അതായത് സ്റ്റുഡ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് നെയിം കോമ ഏജ്ഡ് സ്റ്റുഡ് ഏജ് കോമ ആൻഡ് ഐ ആം സ്റ്റഡിയിങ് ഇൻ സ്റ്റുഡ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ക്ലാസ്. എന്നിട്ട് ഔട്ട്പുട്ട് നോക്കാം. ഐ ആം സ്റ്റുഡ് ഓഫ് നെയിമിൻ്റെ സ്ഥലത്ത് എന്ത് വന്നു? റാം. ഏജ്ഡ് സ്റ്റുഡ് ഓഫ് ഏജിൻ്റെ സ്ഥലത്ത് 18 വന്നു. ക്ലാസ് സ്റ്റുഡ് ഓഫ് ക്ലാസിൻ്റെ സ്ഥലത്ത് S1ഉം വന്നു. ഇനി നമ്മൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ഒരു കീ അതിൽ ഇല്ലയെന്ന് വിചാരിക്കാം, എററായിരിക്കും വരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻ്റ് സ്റ്റുഡ് ഓഫ് കോളേജ്. നമ്മളിവിടെ കോളേജ് എന്ന് പറയുന്ന ഒരു കീ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് എററായിരിക്കും. ട്രാവേഴ്സിങ് എ ഡിക്ഷണറിയാണ്. നോർമലി പോലെ തന്നെ 4 കീവേഡാണ് യൂസ് ചെയ്യുന്നത്. സോ 4 കീ ഇൻ സ്റ്റുഡ്, പ്രിൻ്റ് കീ കോമ ഹൈഫൻ കോമ സ്റ്റുഡ് ഓഫ് കീ. അതായത് ഇതിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ കീയുടെ നേരെ ഒരു ഹൈഫൻ വരണം. സ്റ്റുഡ് ഓഫ് കീ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് കീയും പ്രിൻ്റ് ആവും. ഇപ്പോൾ നെയിം ഹൈഫൻ റാം, ഏജ് ഹൈഫൻ 18, ക്ലാസ് ഹൈഫൻ S1, അങ്ങനെ അതിൻ്റെ പ്രിൻ്റ് വരും. നെക്സ്റ്റ് ആണ് ഇൻസേർട്ടിങ് കീസ് ആൻഡ് അപ്ഡേറ്റിംഗ് കീ. നമുക്കൊരു പുതിയ കീ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിക്ഷണറിയുടെ പേര് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് കീ വാല്യൂ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്ന് കൊടുത്താൽ മതി. സ്റ്റുഡ് ഓഫ് കോളേജ് ഈക്വൽ ടു എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ട് പ്രിൻ്റ് സ്റ്റുഡ് നോക്ക്. സ്റ്റുഡ് എന്ന് പറയുന്ന ഡിക്ഷണറി അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത് കാണാം. കോളേജ് കോളൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് വന്നിട്ടുണ്ട്. ഇനി റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്. സ്റ്റുഡ് ഓഫ് ഏജ് ഈക്വൽ ടു 19. അപ്പോൾ പ്രിൻ്റ് സ്റ്റുഡ് കൊടുക്കുമ്പോൾ ഏജ് ഈക്വൽ ടു 18 എന്നുള്ളത് മാറി ഏജിൻ്റെ നേരെ 19 വന്നിരിക്കുന്നത് കാണാം. റിമൂവിങ് കീ. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് DEL എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. DEL സ്റ്റുഡ് ഓഫ് ഏജ് റിമൂവ് ആയിട്ട് പ്രിൻ്റ് സ്റ്റുഡ് കൊടുക്കുമ്പോൾ നെയിമും ക്ലാസ്സും മാത്രം വന്നിരിക്കുന്നത് കാണാം. നെക്സ്റ്റ് ആണ് മിസ്ലേനിയസ് ഓപ്പറേഷൻ. നമുക്ക് ഈ ഡിക്ഷണറിയുടെ ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് LEN എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ്. ഇവിടെ നെയിമിൻ്റെ ഒരു പേര്, ഏജിൻ്റെ പേര്, ക്ലാസിൻ്റെ പേര്, അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. അതായത് കോമ സെപ്പറേഷൻ നോക്കിയാലും മതി. സോ ലെങ്ത്ത് വിൽ ബി 3. ദെൻ ഇൻ ഓപ്പറേറ്റർ, നമ്മുടെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുവാണ് നമ്മൾ. പ്രിൻ്റ് ഏജ് ഇൻ സ്റ്റുഡ്. ഏജ് എന്ന് പറയുന്നത് സ്റ്റുഡിലുണ്ടോ? ഉണ്ട്, അതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ വരും. പ്രിൻ്റ് കോളേജ് ഇൻ സ്റ്റുഡ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്റ്റുഡിൽ കോളേജ് എന്ന് പറയുന്ന കീ ഇല്ല. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഡിക്ഷണറി മെത്തേഡ്സ്. നമ്മൾ ഈ ഡിക്ഷണറി എലമെൻറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഡിക്റ്റ് ഡോട്ട് ഗെറ്റ്, ഡിക്റ്റ് ഡോട്ട് പോപ്പ്, ഡിക്റ്റ് ഡോട്ട് കീസ്, ഡിക്റ്റ് ഡോട്ട് വാല്യൂസ്, ഡിക്റ്റ് ഡോട്ട് ഐറ്റംസ്, ഡിക്റ്റ് ഡോട്ട് ക്ലിയർ. ഡിക്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഉള്ള ഒരു വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യും. ഇനി ആ കീ അവിടെ ഇല്ലെങ്കിൽ
നൺ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഡിക്റ്റ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കീ ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. ഇല്ലാത്ത കീ ആണെങ്കിൽ അതിന് എറർ ആയിരിക്കും ഔട്ട്പുട്ട്. ഡിക്റ്റ് ഡോട്ട് കീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിക്ഷണറിയിലെ സെറ്റ് ഓഫ് കീസിനെ റിട്ടേൺ ചെയ്യും. ഡിക്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലെ സെറ്റ് ഓഫ് വാല്യൂസിനെ റിട്ടേൺ ചെയ്യും. ഡിക്റ്റ് ഡോട്ട് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ആ കീ വാല്യൂ പെയർ ആയിട്ടാണ് വരിക. ഡിക്റ്റ് ഡോട്ട് ക്ലിയർ എന്ന് പറയുമ്പോൾ അത് ഫുള്ളി എന്താവും, ക്ലിയർ ആയി പോവും. എക്സാമ്പിൾ വച്ചിട്ട് നോക്കാം. എക്സാമ്പിളിൽ സ്റ്റുഡ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി വച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഫസ്റ്റ് ഗെറ്റ് നെയിം റീഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് റാം വന്നിരിക്കുന്നത് കാണാം. നെക്സ്റ്റ് സ്റ്റുഡ് ഡോട്ട് കോളേജ് ഇതിലില്ല, സോ എററാണ്. സ്റ്റുഡ് ഡോട്ട് പോപ്പ് ഏജ് എന്ന് പറയുന്നത് റിമൂവ് ആയിരിക്കുന്നത് കാണാം. സ്റ്റുഡ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിലെ വാല്യൂ പെയർ മാത്രം വരും. സ്റ്റുഡ് ഡോട്ട് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ആ കീ വാല്യൂ പെയർ കോമ സെപ്പറേറ്റ് ചെയ്ത് ടപ്പിളായി വന്നിരിക്കുന്നത് കാണാം. സ്റ്റുഡ് ഡോട്ട് ക്ലിയർ എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിക്ഷണറി ക്ലിയർ ആയി പോയിട്ടുണ്ട്. ഡിക്ഷണറി അലിയാസിങ് ആൻഡ് കോപ്പിയിങ്. അലിയാസിങ് എന്ന് പറയുമ്പോഴും കോപ്പിയിങ് എന്ന് പറയുമ്പോഴും നമ്മളൊരു പുതിയൊരു ഡിക്ഷണറീനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഓൾറെഡി ഉള്ള ഇതിൻ്റെ ഒരു കോപ്പീനെ മേക്ക് ചെയ്യുവാണ്. പക്ഷേ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയാസിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഡിക്ഷണറി ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് കോപ്പിയിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഒറിജിനൽ ചേഞ്ച് ചെയ്യേണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കോപ്പി മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഡയറക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അലിയാസ് ഇസ് ഈക്വൽ ടു ഡയറക്ഷൻ. ഇപ്പോൾ അലിയാസ് എന്ന് പറയുന്നതിൽ ഡയറക്ഷൻ്റെ ആ സെറ്റുണ്ട്. കോപ്പി ഈക്വൽ ടു ഡയറക്ഷൻസ് ഡോട്ട് കോപ്പി. നമ്മൾ കോപ്പിയിലേക്കും ഇതിൻ്റെ ഒരു കോപ്പി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കോപ്പി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഡൗൺ സ്റ്റുഡൻസ് കൊടുത്ത് അതിനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി എന്ന് പറയുന്ന ഡിക്ഷണറി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഡയറക്ഷൻ നോക്കിയേ, ഡയറക്ഷൻ എന്തായിട്ടില്ല, അപ്ഡേറ്റ് ആയിട്ടില്ല. ഈ സമയത്ത് നമ്മൾ അലിയാസിലാണ് സിറ്റ് ഡൗൺ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡയറക്ഷൻ പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമുക്കവിടെ അത് അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്നത് കാണാം. അതായത് ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയിലും, അതായത് അലിയാസിലും ചേഞ്ച് വന്നിരിക്കുന്നതായിട്ട് കാണാം. പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.